ഇനി പത്രങ്ങളിൽ എന്തൊക്കെയാണ് വാർത്തയെന്ന് നോക്കാം. മനു ഭരത് ചേരുകയാണ് സ്റ്റുഡിയോയിൽ നിന്ന്. മനു, ഇന്നത്തെ പത്രങ്ങൾ പ്രധാനമായി കൊടുത്തിരിക്കുന്ന വാർത്ത സ്വാഭാവികമായിട്ടും നേപ്പാളിലെ വിമാനാപകടം തന്നെയായിരിക്കും അല്ലേ? മറ്റെന്തൊക്കെ സ്പെഷ്യൽ വാർത്തകളുണ്ട്, എക്സ്ക്ലൂസീവുകളുണ്ട് പത്രങ്ങളിൽ? നേപ്പാളിലെ വിമാന അപകടം വലിയ പ്രാധാന്യത്തോട് തന്നെ പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്രിക്കറ്റിലെ ഇന്ത്യ നേടിയ ജയം പത്രങ്ങൾ കാര്യമായി ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ പ്രധാന പത്ര തലക്കെട്ടുകൾ നോക്കാം. പത്രം 18ലേക്ക് സ്വാഗതം. ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ വിജയം പ്രധാന വാർത്തയായി പല പത്രങ്ങൾ ഉയർത്തുമ്പോഴും മലയാള മനോരമ അതിൻ്റെ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് നേപ്പാളിൽ നടന്ന വിമാന അപകടത്തെ സംബന്ധിച്ചാണ്. 68 യാത്രക്കാരുമായി പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 5 ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. അതുകൂടാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഈ വിമാന അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞതായി വിവരങ്ങൾ ഇല്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇതിൽ 15 വർഷം പഴകിയ വിമാനമാണ്, യന്ത്രത്തകരാറാണെന്ന സംശയം മലയാള മനോരമ പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ വിമാന അപകടത്തെ സംബന്ധിച്ച് പ്രതികൂല കാലാവസ്ഥയായിരിക്കാം ഈ കാലാവസ്ഥ ഇല്ലായിരുന്നു എന്നതായിരിക്കാം ഈ അപകടത്തിൻ്റെ കാരണങ്ങളിലൊക്കെ ആയിട്ട് വിശദീകരിക്കപ്പെട്ടത്. ഏതായാലും ഈ അനുകൂലമായൊരു കാലാവസ്ഥയില്ലാത്തതും യന്ത്രത്തകരാറും മറ്റെന്തൊക്കെ പിഴവുകളുണ്ട് എന്നതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ഈ വിദഗ്ധർ പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വിമാന അപകടം വലിയ തോതിൽ ആളുകളെ നടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ 3 പേരുടെ മരണം കേരളത്തിൽ നിന്നുള്ള മടക്ക് യാത്രയിൽ ആണ് എന്ന വിവരവും മലയാള മനോരമ നൽകുന്നു. 2 ദിവസം മുമ്പ് മുല്ലപ്പള്ളിയിൽ ഒരു സംസ്കാര ചടങ്ങിനെത്തി മടങ്ങുന്നവരാണ് ദുരന്തത്തിൽ മരിച്ചത് എന്ന വാർത്തയും മലയാള മനോരമ ഒന്നാം പേജിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. മലയാള മനോരമയുടെ എസ് ഉല്ലാസിൻ്റെ ഒരു പ്രധാന വാർത്തയായി ഇന്ന് വന്നിട്ടുള്ളത് ഈ മനോദൗർബല്യമുള്ളവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ കയറ്റി വിടുന്നു എന്നാണ്. 2 വർഷത്തിനിടെ കേരളത്തിൽ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടത് 270ഓളം പേരാണ് എന്ന് എസ് ഉല്ലാസ് തൻ്റെ വാർത്തയിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് ഈ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരെ അവരെ സംരക്ഷിക്കാൻ വീട്ടുകാർ തയ്യാറാകുന്നില്ല. മറിച്ച് അവരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു തീവണ്ടിയിൽ കയറ്റി വിടുകയും അവർക്ക് പിന്നെ എങ്ങോട്ടേക്ക് എന്നില്ലാതെ യാത്ര ചെയ്ത് കേരളത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഉല്ലാസ് തൻ്റെ വാർത്തയിൽ വ്യക്തമാക്കുന്നത്. ഇത് പലരെയും ഈ ചികിത്സയ്ക്ക് ശേഷം തിരിച്ച് എത്തിച്ചാലും അവിടെ അവരെ സ്വീകരിക്കാൻ വീട്ടുകാർ തയ്യാറാകുന്നില്ല എന്നതും ഒരു ദുഃഖകരമായ വാർത്തയാണ്. കാരണം ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ കുടുംബങ്ങൾ തയ്യാറാകുന്നില്ല എന്ന വാർത്ത മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടു കൂടി ഒന്നാം പേജിൽ നൽകുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി നഗരത്തിൽ കറങ്ങി നടന്ന ശേഷം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റേഷനിൽ ദിവസങ്ങളായി കിടക്കുന്ന ഒരാളുടെ ദൃശ്യവും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയാകട്ടെ ഒന്നാം പേജിൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് വിമാനാപകടം തന്നെ. എല്ലാ പത്രങ്ങളും ഏറെക്കുറെ ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് വിമാന അപകടം കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി മറ്റൊരു പ്രധാന കാര്യം പറയുന്നത് ഈ നേപ്പാളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വിമാന അപകടങ്ങളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ 72 പേരിൽ 4 പേരെ കാണാനില്ല, മരിച്ചവരിൽ 5 ഇന്ത്യക്കാർ എന്നൊക്കെ വാർത്തകൾ നൽകുന്ന മാതൃഭൂമി ഈ നേപ്പാൾ കണ്ട വിമാന ദുരന്തങ്ങൾ എന്ന ഒരു സെഗ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ ഈ നേപ്പാളിൽ അടുത്തിടെ ഉണ്ടായ വിമാന അപകടങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ നേപ്പാളിൽ ഏതാണ്ട് 27 പ്രധാനപ്പെട്ട വിമാന അപകടങ്ങൾ ഉണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നേപ്പാളിൽ കഴിഞ്ഞ മെയ്യിൽ ഉണ്ടായ അപകടത്തിൽ 22 പേർ മരിച്ചു. 2018 ഉണ്ടായ കാഠ്മാണ്ഡുവിലുണ്ടായ അപകടത്തിൽ 50 പേരാണ് മരിച്ചത്. അതുപോലെ ഫെബ്രുവരി 2016 ഉണ്ടായ അപകടത്തിലും ഇത്തരത്തിൽ 23 പേർ മരിച്ചിരിക്കും. അങ്ങനെ നേപ്പാൾ തുടർച്ചയായി ഈ ആളുകൾ വിമാന അപകടങ്ങൾക്ക് വേദിയാകുന്നൊരു സ്ഥലമാകുന്നു, ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതും വളരെ ഗൗരവമായി കാണേണ്ടതാണ്. അത് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. സ്പോർട്സ് പേജിൽ മാതൃഭൂമി ഇന്ത്യയുടെ വിജയം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. ഒരു നല്ല ചിത്രവും മാതൃഭൂമി പങ്കുവയ്ക്കുന്നു. ഈ കരുണരത്നയെ മുഹമ്മദ് സിറാജ് ഔട്ടാക്കുമ്പോൾ ആ ഇന്ത്യൻ താരങ്ങളുടെ സന്തോഷം അത് വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒരു ചിത്രമാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ഇന്ത്യക്ക്
317 റൺസിൻ്റെ കൂറ്റൻ ജയം റെക്കോർഡ് എന്നൊക്കെ തലക്കെട്ടിനൊപ്പം നൽകിയിരിക്കുന്നു. വിരാട് കോഹ്ലിയുടെയും ഗില്ലിൻ്റെയും സെഞ്ചുറികളെ പറ്റി പറയുന്നു. മുഹമ്മദ് സിറാജിൻ്റെ 4 വിക്കറ്റ് നേടിയ കാര്യവും മാതൃഭൂമി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഗില്ലാടി കോഹ്ലി എന്ന ഒരു തലക്കെട്ടോടുകൂടി ശുഭ്മാൻ ഗില്ലിൻ്റെയും വിരാട് കോഹ്ലിയുടെയും പ്രകടനത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മാതൃഭൂമിയുടെ സ്പോർട്സ് പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ദേശാഭിമാനിയും 1-ാം പേജിൽ പ്രധാനമായും ഈ നേപ്പാളിലെ വിമാന അപകടത്തെ സംബന്ധിച്ചുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മരിച്ചവരിൽ ഈ മല്ലപ്പള്ളിയിൽ നിന്ന് മടങ്ങിയ 3 പേരും ഉണ്ടായിരുന്നു എന്ന വാർത്തയും ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടുകൂടി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. കേരള കൗമുദി ഈ ക്രിക്കറ്റും അതുപോലെ അപകടവും 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു ചിത്രം കേരള കൗമുദിയുടെ ഇന്നത്തേത് ശ്രദ്ധേയമാണ്. അമേരിക്കയിൽ നടന്ന 71ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കിരീടം നേടിയ അമേരിക്കയുടെ ആർബോണിക് ഗബ്രിയലിനെ ഒരു പടമാണ്. ഇവർ ഈ മത്സരം ജയിച്ചതിനെ സംബന്ധിച്ചുള്ള വാർത്ത ഉൾപേജിലാണ് മാതൃഭൂമി കേരള കൗമുദി നൽകിയിട്ടുള്ളത്. മറ്റെല്ലാ പത്രങ്ങളും ഈ മിസ് യൂണിവേഴ്സ് മത്സരത്തിൻ്റെ ഫലങ്ങളും അത് സംബന്ധിച്ചുള്ള വാർത്തകളും പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ കേരള കൗമുദി അത് 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഉള്ളിൽ വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റു പത്രങ്ങളെല്ലാം ഉൾപേജിലാണ് അത് പ്രധാനമായും കൈകാര്യം ചെയ്തിരിക്കുന്നത്. കേരള കൗമുദിയുടെ ഒരു പത്രത്തിൽ ഒരു കുറിപ്പുണ്ട്. അത് മഹാകവി കുമാരനാശാൻ്റെ സംബന്ധിച്ചുള്ള ഒരു അനുസ്മരണ കുറിപ്പാണ്. മഹാകവി കുമാരനാശാൻ ചരമവാർഷികം ദിനാചരണം 17 എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഈ കുറിപ്പിൽ കാവ്യവസന്തത്തിൻ്റെ വിടവാങ്ങലിന് 99 വർഷം എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നു. കുമാരനാശാൻ മലയാളികളുടെ അത്രയും പ്രിയപ്പെട്ട ഒരു കവിയായിരുന്നു. കുമാരനാശാനെ ഓർക്കാതെ നമുക്ക് സാഹിത്യം അല്ലെങ്കിൽ മലയാള സാഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം ജനങ്ങളുമായി അടുക്കുകയും സാധാരണക്കാരിലേക്ക് വരെ തൻ്റെ കവിതകൾ എത്തിക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ള വലിയൊരു സാമൂഹിക പരിഷ്കർത്താവ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഉള്ള ഒരു പൊതുബോധമുള്ള ഒരു കവി കൂടിയായിരുന്നു കുമാരനാശാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും നാം അയവിറക്കുകയാണ്. ഏതായാലും മറ്റു പത്രങ്ങളും ഈ കുമാരനാശാൻ അന്ന് ഉണ്ടായ അപകടവും ബോട്ട് അപകടവും അതിനെ തുടർന്ന് കുമാരനാശാൻ മരിച്ച സംഭവത്തെ ഓർമ്മകളും പത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒക്കെ പത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. മാതൃഭൂമിയും പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും കേരള കൗമുദി കുമാരനാശാൻ്റെ ഈ വിടവാങ്ങലിൻ്റെ 99ാം വർഷത്തെ സംബന്ധിച്ചുള്ള ഒരു കുറിപ്പ് വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. മംഗളം ഒരു പ്രധാന വാർത്ത നൽകിയിട്ടുണ്ട്. കാട്ടിൽ അടങ്ങിയില്ലെങ്കിൽ കൂട്ടിൽ കിടക്കേണ്ടി വരും എന്ന തലക്കെട്ടോടു കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് ജെബി പോളാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. ഈ ജെബി ഇതിൽ ഈ വാർത്തയിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഈ പ്രായാധിക്യം കൂടിയ കടുവകളെ മൃഗശാലയിൽ എത്തിച്ച് സംരക്ഷിക്കുന്നതിന് ഉള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ആലോചനകൾ പരിഗണനയിലാണ് എന്ന് ജെബി പോൾ പറയുന്നു. കാരണം ഈ പ്രായാധിക്യം കൂടുമ്പോഴാണ് ഈ കടുവകൾക്ക് കാട്ടിനകത്ത് വേട്ടയാടാനും മറ്റും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാട്ടിലേക്ക് ഇറങ്ങുകയും കെട്ടിയിട്ട പശുവിനെയും ആടിനെയും ഒക്കെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രായാധിക്യമുള്ള കടുവകളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ശക്തമാകുന്നു. അവരെ പ്രായാധിക്യം ബാധിച്ച കടുവകളെ മൃഗശാലയിൽ എത്തിച്ച് സംരക്ഷിക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. നാട്ടിലിറങ്ങിയ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം മാറാതിരിക്കും എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത്. ജനയുഗത്തിൽ ഒരു പ്രധാന വാർത്തയുണ്ട്. അവയവമാറ്റത്തിനായി കാത്തിരിക്കുന്നത് 3115 പേർ ആണ് എന്ന് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു. PS രശ്മിയാണ് ഈ വാർത്ത തയ്യാറാക്കിയിട്ടുള്ളത്. രശ്മിയുടെ വാർത്തയനുസരിച്ച് സംസ്ഥാനത്ത് അവയവ ശസ്ത്രക്രിയക്കായി രജിസ്റ്റർ ചെയ്ത് 3115 പേർ കാത്തിരിക്കുന്നു എന്നാണ് രശ്മി വ്യക്തമാക്കുന്നത്. ഇതിൽ വൃക്കരോഗികളാണ് കൂടുതൽ എന്നും റിപ്പോർട്ടിൽ രശ്മി പറയുന്നു. 2246 പേർക്കാണ് വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യമുള്ളത്. 755 പേർക്ക് കരളും ആവശ്യമാണ്. അപ്പോൾ ഈ അവയവദാനത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഈ വാർത്ത നമ്മളോട് പറയുന്നു. കാരണം ഒട്ടനവധി ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അവരെ സഹായിക്കാനും അവർക്കൊപ്പം നിൽക്കാനും കൂടിയുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാർത്ത. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന വാർത്ത നൽകിയത് MK സുനിൽകുമാറാണ്. സുനിൽകുമാർ കൊച്ചിയിൽ ഒരു പ്രധാന പദ്ധതിയെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. അവിടെ പൈപ്പ് ലൈൻ ലീക്ക് പരിഹരിക്കുന്നതിനായി
1250 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ രാമവർമ്മൻ തൃശ്ശൂരിൽ നിന്ന് വളരെ രസകരമായൊരു വാർത്ത നൽകിയിരിക്കുന്നു. അത് ഒരു ഇസ്ലാമിക് റിലീജിയസ് സ്റ്റഡീസ് സെൻറ്ററിൽ സംസ്കൃതം പഠിപ്പിക്കുന്നു എന്നതാണ്. അക്കാഡമി ഓഫ് ഷെരിയ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിൽ ആണ് സംസ്കൃത സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഭാഷകൾക്ക് മതവും അല്ലെങ്കിൽ മറ്റ് അതിർവരമ്പുകളില്ല എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടി ഇത്തരം നീക്കങ്ങൾ സഹായകരമാകും എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഏതായാലും ഇന്നത്തെ പത്രം 18 ഇവിടെ സമാപിക്കുന്നു. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളുമായി നമുക്കൊപ്പം പ്രദീപും അശ്വതിയും വീണ്ടും ചേരും.